ഇത് ഏതോ CPM-കാരൻ ഉണ്ടാക്കുന്ന ക്യാപ്സൂളാണ്, അങ്ങ് അതിൽ വീഴരുത്. കാര്യം ശബരിമല നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. ഫ്ലാഷ് ബാക്ക്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് 50%-ലധികം തുക വന്നിട്ടുണ്ട്, ബാക്കി തുക വരാനുണ്ട്. വരുമ്പോൾ സ്വാഭാവികമായും ആ തുക റീകൂപ്പ് ചെയ്യുന്നതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ്. ശരി, 15 മേശയുടെ ബില്ല് കൊടുത്ത് അതിന്റെ കൂടെ 4 മേശ കൂടി വാങ്ങിയെന്ന് ബില്ലില്ലാതെ കണക്ക് കൊടുത്തോ? എങ്ങനെയാണ് ഹോട്ടൽ മുറിയുടെ ബില്ലുകൾ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ വരുന്നത്? ഏതെങ്കിലും വ്യക്തിയുടെയോ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ബില്ലുകൾ സമർപ്പിക്കുന്ന രീതി സർക്കാർ പരിപാടിക്കുണ്ടോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റേത് കാര്യമായിരുന്നാലും ശരി, വലിയ വിമർശനങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഈ ശബരിമല ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു മിനിറ്റ് എടുക്കുന്നുള്ളൂ പ്രചാരത്തിലേക്ക് വരുന്നതിന്, ഇത്രമാത്രം വിശ്വാസികൾ വരുന്നതിന് കാരണമായിട്ടുള്ളൊരു സംഗതിയുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള പുന്നപ്ര വയലാർ സമരനായകനായിട്ടുള്ള ശ്രീ പി കെ ചന്ദ്രാനന്ദൻ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനമുണ്ട്. അയ്യപ്പ പദയാത്ര, ആ രൂപത്തിലേക്ക് ഒരു യാത്ര, അയ്യപ്പ യാത്ര സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വിശ്വാസികൾ കൂട്ടത്തോടുകൂടി ഈ ആരാധനാലയത്തിലേക്ക് വരുന്നതിനുള്ള കാരണമായി തീർന്നു. ശബരിമലയെ ആള് കയറാൻ സഖാവ് ചന്ദ്രാനന്ദ സഖാവിന് ശേഷമാണെന്നൊക്കെ പറയുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. അതായത് കാൾ മാർക്സ് 1818 ജനിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നതിനും 2 വർഷം മുമ്പ് 1816 ബ്രിട്ടീഷുകാര് ശബരിമലയിൽ എത്തുന്നുണ്ട് ജനുവരി 12. അന്ന് 10 മുതൽ 15,000 ആൾക്കാർ വരെ ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് വരുമായിരുന്നു. ഒന്ന് ഓർക്കണം, 200 വർഷം മുമ്പ്. അതല്ല ഉദ്ദേശം. അത് ചന്ദ്രാനന്ദൻ സഖാവിന് ശേഷമാണെന്നൊന്നും പറയരുത്. അദ്ദേഹത്തിന് ഞങ്ങളുടെ കുടുംബമായിട്ടൊക്കെ ഒരുപാട് നല്ല ആത്മബന്ധമൊക്കെ ഉള്ള വ്യക്തിയാണ് ചന്ദ്രാനന്ദൻ സഖാവ്. അദ്ദേഹത്തെ കുറിച്ച് നല്ല കാര്യങ്ങളെ കേട്ടിട്ടുള്ളൂ. ഇത് ഏതോ CPM-കാരൻ ഉണ്ടാക്കുന്ന ക്യാപ്സൂളാണ്, അങ്ങ് അതിൽ വീഴരുത്. കാര്യം ശബരിമല നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്.